സോ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് ക്ലൗഡ് എന്ന് പറഞ്ഞ ടേം നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് എക്സ്പെൻസീവ്, ഇപ്പോൾ ഫിസിക്കൽ കമ്പ്യൂട്ടറൊക്കെ എക്സ്പെൻസീവായിട്ട് വാങ്ങുന്നതിന് പകരം നമുക്ക് റെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രോസസ്സിങ് പവർ റെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ കുറേ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം. നമ്മുടെ കമ്പ്യൂട്ടറിലെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണു? വേറെ ഗൂഗിൾ എന്ന് പറഞ്ഞ കമ്പനി ക്ലൗഡിൽ ഒരു കുറേ മെമ്മറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഗൂഗിൾ ഡ്രൈവിൽ അങ്ങനെ സ്റ്റോറേജ് വരുന്നത്. അപ്പോൾ ഇവിടെ ക്ലൗഡ് ബേസ്ഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമുക്കിതിനകത്ത് ഗൂഗിൾ ക്ലൗഡ്, അതുപോലെ ആമസോൺ വെബ് സർവീസസ് ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ക്ലൗഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പം മെയിൻലി ക്ലൗഡിന് 3 മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിനകത്ത് ഡയഗ്രത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്: സ്കെയിലബിലിറ്റി, ഇലാസ്റ്റിസിറ്റി ആൻഡ് റെസിലിയൻസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്കെയിലബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കാം. സ്കെയിലബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ ഒരു 50,000 ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു സ്കെയിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ പെർഫോമൻസ് ആസ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പെർഫോമൻസ് സ്കെയിലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അഡാപ്റ്റ് ദ സെർവർ കോൺഫിഗറേഷൻ ടു ചേഞ്ചിങ് ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സെർവറിൻ്റെ കോൺഫിഗറേഷൻ കൂട്ടാനായിട്ട് പറ്റും. റെസിലിയൻസ് മീൻസ് മെയിൻറ്റെയിൻ സർവീസ് ഇൻ ദ ഇവൻറ്റ് ഓഫ് സെർവർ ഫെയിലിയർ. ഒരു സെർവർ ഫെയിൽ ആയാലും വേറെ വിർച്വൽ സെർവേഴ്സ് വെച്ചിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ് റെസിലിയൻസ് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിൻലി 3 മെയിൻ ആസ്പെക്ട്സ് വരുന്നത്: സ്കെയിലബിലിറ്റി, ഇലാസ്റ്റിസിറ്റി ആൻഡ് റെസിലിയൻസ്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് ക്ലൗഡ് ഫോർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. ബെനിഫിറ്റ്സ് ആണ് ഫസ്റ്റ് വൺ കോസ്റ്റ്. ഇപ്പോൾ ഹാർഡ്വെയർ ഹൈ ഇനീഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഹാർഡ്വെയർ വാങ്ങാനുള്ള കോസ്റ്റ് അവോയ്ഡ് ചെയ്യാം. ദെൻ സ്റ്റാർട്ടപ്പ് ടൈം, ഇപ്പോൾ പുതിയൊരു ഹാർഡ്വെയർ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെയുള്ള സ്റ്റാർട്ടപ്പ് ടൈം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദെൻ സെർവർ ചോയ്സ്, ഇപ്പോൾ ഒരു സെർവറിനെ മാറ്റി അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ, മോർ പവർഫുൾ സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെൻറ്റ്. ഇഫ് ദ ഡെവലപ്മെൻറ്റ് ടീം ഈസ് ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് എൻവയൺമെൻറ്റ്, ദേ ക്യാൻ വർക്ക് ഫ്രം ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് യൂസിങ് ദ ക്ലൗഡ് എൻവയൺമെൻറ്റ്.